നമസ്കാരം. ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഒരു വലിയ അവസരം ഒളിഞ്ഞിരിപ്പുണ്ട്. അടുത്ത മൾട്ടി ബാഗർ, അതായത് 10 ഇരട്ടി വരെ ലാഭം തന്നേക്കാവുന്ന സ്റ്റോക്ക് ഏതാണെന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് നമ്മളിന്ന് നടത്തുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, 2020 ശേഷം ചില ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകൾ 1000% കുതിച്ചുയർന്നത്. അപ്പോൾ പലരും ഗംഭീര ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി എന്ത്? ഈ റാലി ഇനിയും തുടരുമോ? സത്യത്തിൽ ഈ കുതിപ്പിനു പിന്നിൽ വളരെ ശക്തമായ കാരണങ്ങളുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പോളിസിയും ഓരോ വർഷവും കൂടിക്കൂടി വരുന്ന ഡിഫൻസ് ബഡ്ജറ്റും പിന്നെ കയറ്റുമതിയിലുണ്ടായ വൻ വളർച്ചയുമൊക്കെ ഇതിന് നല്ല രീതിയിൽ ഇന്ധനം നൽകിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായി നമ്മളെല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ വലിയ റാലി മിസ്സായെങ്കിൽ അവസരം പൂർണ്ണമായും നഷ്ടപ്പെട്ടോ, ഇനി വൈകിപ്പോയോ? ഇവിടെയാണ് ഈ വിശകലനം രസകരമാകുന്നത്. അതായത് നമ്മൾ നോക്കേണ്ടത് ഇതിനകം തന്നെ ഒരുപാട് വളർന്ന വലിയ കമ്പനികളെയല്ല, മറിച്ച് അവയുടെ സപ്ലൈ ചെയിനിന്റെ ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്കാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രാറ്റജിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലത്തെ വിജയികൾ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും കപ്പൽ നിർമ്മാതാക്കളുമൊക്കെ ആയിരുന്നെങ്കിൽ നാളത്തെ മൾട്ടി ബാഗറുകൾ ഒരുപക്ഷെ ഡിഫൻസ് ഇലക്ട്രോണിക്സ്, ഡ്രോൺ, സ്പേസ് ടെക്നോളജി പോലെയുള്ള ഹൈടെക് സാധനങ്ങളുണ്ടാക്കുന്ന കമ്പനികളായിരിക്കും. ഈയൊരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിശകലനം ചില പ്രധാന കമ്പനികളെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഒരു 5 കമ്പനികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലിസ്റ്റിലെ ആദ്യത്തെ പേര് ആസ്ട്ര മൈക്രോവേവ് ആണ്. ഇതിനെ ഒരു വാല്യൂ പ്ലേ ആയിട്ടാണ് കാണുന്നത്. അതായത് ഈ സ്റ്റോക്കിന്റെ വില ഒരുപക്ഷെ അതിന്റെ യഥാർത്ഥ മൂല്യത്തേക്കാൾ താഴെയായിരിക്കാം. അവിടെയാണ് അവസരം. അതിന്റെ കാരണം ഇതാണ്. മറ്റ് സമാന കമ്പനികളായ പാരാസ് ഡിഫൻസിനും ഡാറ്റാ പാറ്റേൺസിനും ഏകദേശം 70-80 റേഞ്ചിൽ PE റേഷ്യോ ഉള്ളപ്പോൾ ആസ്ട്ര മൈക്രോവേവിൻ്റേത് അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ. അതായത് കമ്പനിയുടെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരിയുടെ വില ആകർഷകമായ ഒരു നിലയിലാണ്. പോരാത്തതിന് ഇവർ വളരെ പ്രധാനപ്പെട്ട റഡാർ സിസ്റ്റങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. വിദേശ നിക്ഷേപകർ അവരുടെ ഓഹരി പങ്കാളിത്തം കൂട്ടുന്നുമുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 2030 ആകുമ്പോഴേക്കും ഒരു 3 ഇരട്ടി മുതൽ 5 ഇരട്ടി വരെ വളർച്ചാ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. അടുത്തത് പാരാസ് ഡിഫൻസ് ആണ്. ഇവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോളോ ദ ബിഗ് മണി എന്ന തന്ത്രമാണ്. അതായത് വലിയ നിക്ഷേപകർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുക. ഇത് നോക്കൂ, കഴിഞ്ഞ വർഷം വെറും 0.13% മാത്രം ഹോൾഡിംഗ് ഉണ്ടായിരുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ വർഷം അത് 5% മുകളിലേക്കെത്തിച്ചു. ഇത് ചെറിയ കാര്യമല്ല. കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് അവർക്കുള്ള വലിയൊരു വിശ്വാസമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്പേസ് ടെക്നോളജി, ആന്റി ഡ്രോൺ സിസ്റ്റംസ്, ഇങ്ങനെ നല്ല ഡിമാൻഡുള്ള മേഖലകളിലാണ് ഇവരുടെ പ്രവർത്തനം. കയ്യിൽ 1000 കോടിയിലധികം രൂപയുടെ ഓർഡറുകളുമുണ്ട്. അതുകൊണ്ടുതന്നെ ദീർഘകാലത്തേക്ക് ഒരു 5 മുതൽ 10 ഇരട്ടി വരെ വളരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നമ്മുടെ മൂന്നാമത്തെ കമ്പനി ഐഡിയ ഫോർജ്. ഇത് ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾക്ക് മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. സംഗതി വളരെ വ്യക്തമാണല്ലേ. യുദ്ധങ്ങൾ മാറുകയാണ്. ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളുമൊക്കെയാണ് ഇനി യുദ്ധമുഖങ്ങളിലെ പ്രധാനികൾ. അപ്പോൾ ഡ്രോൺ നിർമ്മാണത്തിൽ ഇന്ത്യയിലെ 1ാം സ്ഥാനക്കാരാണ് ഐഡിയ ഫോർജ്. നമ്മുടെ ആർമിക്കും നേവിക്കും പോലീസിനുമൊക്കെ ഡ്രോണുകൾ നൽകുന്നത് ഇവരാണ്. ആഭ്യന്തര മാർക്കറ്റിൽ മാത്രമല്ല, കയറ്റുമതിയിലും വലിയ ഡിമാൻഡുണ്ട്. അതും ഒരു 5 മുതൽ 10 ഇരട്ടി വരെ വളർച്ചാ സാധ്യതയുള്ള ഒരു ഓഹരിയാണ്. അടുത്തതായി ഭാരത് ഇലക്ട്രോണിക്സ് അഥവാ BEL. ഈ ലിസ്റ്റിലെ ഒരു സ്റ്റേബിൾ ജയന്റ്, ഒരു ഭീമൻ എന്നൊക്കെ പറയാം. ഒരുപക്ഷേ ഇതിന് പെട്ടെന്നൊരു 10 ഇരട്ടി വളർച്ച ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഫണ്ടമെന്റൽസ് നോക്കൂ. 75,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക്, 25%-ലധികം റിട്ടേൺ ഓൺ എക്വിറ്റി. ഏറ്റവും പ്രധാനം, കമ്പനിക്ക് കടമയില്ല. അതുകൊണ്ടുതന്നെ ഇതൊരു വളരെ സുരക്ഷിതമായ, സ്ഥിരതയുള്ള നിക്ഷേപമായി കാണാം. അവസാനമായി നമ്മുടെ ലിസ്റ്റിലെ ഹൈ ടെക്നോളജി ലീഡർ ഡാറ്റാ പാറ്റേൺസ്. ഈ കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയാം. ആധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ ബ്രെയിൻ അഥവാ തലച്ചോറുണ്ടാക്കുന്നവരാണിവർ. റഡാർ, വിമാനങ്ങളിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് ഭാഗങ്ങൾ, അങ്ങനെ ഏറ്റവും സങ്കീർണമായ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്നവർ. ശരി, അപ്പോൾ ഈ 5 കമ്പനികളെയും നമ്മൾ കണ്ടു. ഇതിൽ ദീർഘകാലത്തേക്ക് ഏറ്റവും മികച്ച വളർച്ചാ സാധ്യതയുള്ള ഒരേയൊരു കമ്പനിയായി ഈ വിശകലനം ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതെ, 10 ഇരട്ടി വരെ വളരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന ആ 1ാം നമ്പർ സ്റ്റോക്ക് ഡാറ്റാ പാറ്റേൺസ് ആണ്. പക്ഷെ എന്തുകൊണ്ട്? അതാണ് നമ്മൾ അറിയേണ്ടത്. അതിന് 4 പ്രധാന കാരണങ്ങളുണ്ട്. 1. ഇവരുടെ ടെക്നോളജി മറ്റാർക്കും അത്ര പെട്ടെന്നൊന്നും കോപ്പിയടിക്കാൻ പറ്റില്ല. 2. വിദേശ നിക്ഷേപകരടക്കമുള്ള വലിയ കളിക്കാർ ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുന്നുണ്ട്. 3. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾക്ക് ലോകം മുഴുവൻ വൻ ഡിമാൻഡാണ്. 4. ഭാവിയിൽ ഒരു വലിയ ആഗോള വിതരണക്കാരായി മാറാനുള്ള എല്ലാ കഴിവും ഇവർക്കുണ്ട്. ഓക്കെ,
ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സംഗതി ഇത്രയുള്ളൂ. പ്രതിരോധ മേഖലയുടെ ഭാവി ഇലക്ട്രോണിക്കാണ്. വളർച്ചയുടെ അടുത്ത വലിയ തരംഗം വരാൻ പോകുന്നത് ഈ മേഖലയിലെ ഹൈടെക് കമ്പനികളിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ മാറ്റത്തിന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ തയ്യാറാണോ?